നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ മലൻ ടി വിക്കകത്തൊരു വാർത്ത കണ്ടു. ശരിക്കും പറഞ്ഞാലേ അത് കണ്ടപ്പോഴത്തേക്ക് ആദ്യമൊക്കെ എനിക്ക് ചിരിയാണ് വന്നത്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലവ് ജിഹാദ് ഇപ്പോൾ വലിയ വിഷയമാണല്ലോ. കാരണം കേരളത്തിൽ ലവ് ജിഹാദിന് പ്രേരിപ്പിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം മതം അല്ലെങ്കിൽ മുസ്ലിം ചില സംഘടനകൾ, തീവ്ര സംഘടനകളാണ്. ഇവിടുത്തെ ഹൈന്ദവ മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെയും ക്രൈസ്തവ മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെയും പ്രലോഭിച്ച് അവരെ വശത്താക്കി കല്യാണം വാഗ്ദാനം ചെയ്ത് പിന്നീട് അവരെ മതം മാറ്റി സിറിയയിലേക്കും അഫ്ഗാനിലേക്കും മറ്റേ സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് പൊട്ടിക്കലാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ കൊണ്ട് കാഴ്ചവെക്കലാണെന്നാണ് നാഴികയ്ക്ക് 40 വട്ടം ഇവിടുത്തെ സംഘികളും ക്രിസ്സംഘികളായിട്ടുള്ള ഈ കൂസന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ടിട്ട് ഒരു ഒന്നാന്തരം കൂസനാണ് നമ്മുടെ പൂഞ്ഞാറിൻ്റെ വിഴുപ്പ് പാണ്ഡത്തിൻ്റെ മകൻ. കാരണം അവൻ കെട്ടിയതും ജഗതിയുടെ മകളെയാണല്ലോ. കാരണം ജഗതിയുടെ മകളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മാമോദിസ മുക്കി ക്രൈസ്തവ മതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് ആശാൻ വീട്ടിൽ വരെ കയറ്റിയത്. അന്ന് ഈ മകനെ കുറിച്ചിട്ട് അപ്പം പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ടല്ലോ, അത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. കാണാത്തവരുണ്ടെന്ന് ഒന്ന് പോയി കണ്ടോ. കാരണം അപ്പന് പറക്കാത്ത മകനാണ് എന്നുള്ള ഒരു ഡയലോഗ് ഇയാൾ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടായിരുന്നു അല്ലേ. ലവ് ജിഹാദ് ക്രിമിനൽ കുറ്റമായി പ്രഖ്യാപിക്കണം. ഷോൺ ജോർജ് നിയമസഭ നിയമം പാസ്സാക്കണം. പരിവർത്തന പരാതിയിൽ കേസെടുത്തില്ല. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഈ മഹാവീരനെ കുറിച്ചിട്ടാണ്. കാരണം ഇവനിത് പറയാനായിട്ടുള്ള ഒരു യോഗ്യതയും ഇവനിക്കില്ല, ഇവനും ഇല്ല, ഇവൻ്റെ അപ്പനും ഇല്ല. പിന്നെ മതപരിവർത്തനം നടത്തുന്നതിൻ്റെ പേരിലാണല്ലോ വടക്കേന്ത്യയിലൊക്കെ പാവം പാസ്റ്റർമാരെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘിനാറികൾ എടുത്തിട്ട് ചതച്ചത്. 2 ക്രൈസ്തവ സഹോദരികളെ മതപരിവർത്തനത്തിൻ്റെ പേരിലാണല്ലോ അവിടെ ഈ സംഘിനാറികൾ അറസ്റ്റ് ചെയ്ത് 10-12 ദിവസം അകത്ത് വെച്ചത്. അന്നൊന്നുമില്ലാത്ത ഊത്തലാണ് ഇപ്പോൾ കോതമംഗലത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടപ്പോൾ ഉണ്ടായത്. ഈ കോതമംഗലത്ത് മരണപ്പെട്ടിട്ട് ഈ റമീസ് എന്ന് പറയുന്ന ഈ പരമനാറി ചെക്കൻ പല നർക്കോട്ടിക് കേസിൽ പ്രതിയാണ്. ഇവനൊരു ഒന്നാന്തരം ഫ്രോഡാണ്. ഈ ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പെൺകുട്ടി ഇവൻ്റെ അടുത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടിയുടെ തെറ്റാ. പക്ഷെ അത് ഒരു സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്ന നാറികളെ നീയൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തണം. ഈ പറയുന്ന ഞങ്ങൾ ആരാണെന്നുള്ളത് എന്നിട്ട് വേണം വന്നിരുന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും കൊണയടിക്കാൻ കേട്ടോ. എന്തായാലും മലൻ ടി വിക്കകത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു വാർത്തയിൽ ഏതോ ഒരു കൊണാണ്ടറാണ്, ഇവനൊരു കൂസനാണ്. ഇവൻ ഈ ചാനലിനോട് പറയുന്നത് ഇവിടെ ക്രൈസ്തവ മതത്തിലും ഹിന്ദു മതത്തിലുമൊക്കെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവരൊന്നും മതം മാറണമെന്നൊന്നും ആരെയും നിർബന്ധിക്കത്തില്ല. എടാ, എന്തെങ്കിലുമൊക്കെ ഈ സംഘികളുടെ കാഷ്ടം തിന്നണമെന്ന് വിചാരിച്ചാൽ നീയൊക്കെ കിടന്നോ ഇരുന്നോ ചരിഞ്ഞോ ഒക്കെ തിന്നോ. പക്ഷേ ഇസ്ലാമിൻ്റെ നെഞ്ചത്തേക്ക് കയറുവാൻ ശുദ്ധ തെമ്മാടിത്തരോ അസംബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ നിന്നെപ്പോലുള്ള നാറികളെയൊക്കെ ഞങ്ങൾ ഇതണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ ഒന്ന് പറയാനുണ്ട്. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്നുണ്ട് നല്ല കൃത്യമായിട്ട്, കേട്ടോ. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഹിന്ദു ആയിരിക്കും, ആരെങ്കിലും ഒരാൾ ഹിന്ദുവായിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട്, തിരിച്ച് പള്ളിയിൽ പോകുന്നവർ എല്ലാം ഉണ്ട്. ക്രിസ്ത്യ മതത്തിലും ഇങ്ങനെ ഒരു ശീലമില്ല. മതം മാറണം എന്നുള്ളൊരു ഇല്ല. പിന്നെ പറയാറുണ്ട് വേണം മാറിയാൽ സന്തോഷം, അല്ല നിർബന്ധം മാറണം എന്നില്ല. പക്ഷേ മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നം ഉണ്ട് ഇവിടെ. അത് ഉള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. പെൺകുട്ടികളെ ആദ്യം പ്രണയിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ മതം മാറ്റത്തിലേക്ക് പറയുന്നു. സ്വന്തം നിലനിൽപ്പിനും ജീവിതോപാധിക്കും വേണ്ടി അല്പസ്വല്പമൊക്കെ ചിലർക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളത് വർത്തമാനകാല ഇന്ത്യയിൽ സ്വാഭാവികമായി നടക്കുന്ന നടപടിക്രമമാണ്. അങ്ങനെ വഴങ്ങാത്തവരെയാണ് നിരന്തരമായി ചിലർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും ഭരണീയർക്കൊപ്പം നിൽക്കാൻ വേണ്ടി നമ്മൾ വഴങ്ങിക്കൊടുക്കും. മെയ് നന്നായിട്ട് വഴങ്ങുക എന്നുള്ളത് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ്. അത് ചെയ്തോ. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് ഏതെങ്കിലും ഒരു സമൂഹത്തെ അപരവൽക്കരിച്ച് അവരെ കുറ്റപ്പെടുത്തി അവർ സങ്കുചിത്ത മനോഭാവം ഉള്ളവരാണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് വേണ്ട എൻ്റെ പൊന്നാരച്ചായൻ ആരെങ്കിലും കൈയടി മേടിക്കേണ്ടത്. അച്ചായൻ ഈ പറഞ്ഞ വിശാലമായ കാഴ്ചപ്പാട് അച്ചായൻ ഉൾക്കൊള്ളുന്ന പ്രത്യയശാസ്ത്രത്തിനുണ്ടോ? അച്ചായനായി പറഞ്ഞ കള്ളവല്ലേ അച്ചായൻ? ഞാൻ സ്നേഹത്തോടെ കള്ളവല്ലേ പറഞ്ഞത്. ഇപ്പം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുവിനെ ആരെയും വിവാഹം കഴിക്കാം, എങ്ങനെ ജീവിക്കാം, പ്രശ്നമില്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അന്യമതസ്ഥനെ വിവാഹം കഴിച്ച് അങ്ങനെ ഒരു മിശ്ര വിവാഹത്തിലായി ജീവിക്കാനും അത് പള്ളി അതിന് അനുവദിച്ചു തരുന്നൊരു സംവിധാനം ക്രിസ്ത്യാനിറ്റിയിലുണ്ടോ? ആ പറഞ്ഞ കള്ളവല്ലേ. എന്തിനേറെ അന്യമതസ്ഥനെയല്ല, സ്വന്തം മതത്തിലുള്ള സഭകൾ തമ്മിൽ അന്യോന്യ വിവാഹം കഴിക്കലുണ്ടോ? സ്നേഹത്തിന് ചോദിക്കേണ്ട അന്യോന്യ വിവാഹം കഴിക്കലുണ്ടോ? ഒരു പെന്തക്കോസ്റ്റുകാരിയായ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്റ്റുകാരനായ യുവാവ് ഒരു കത്തോലിക്കക്കാരനായ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കലുണ്ടോ? അങ്ങനെ ഉള്ളതിൻ്റെ എന്തെങ്കിലും ഒരു വീഡിയോ? ഇനി അത് രജിസ്റ്റർ മാരേജ് ചെയ്ത് വിവാഹം കഴിക്കാം. പള്ളിയിൽ വെച്ച് സഭയുടെ അംഗീകാരത്തോടു കൂടി, പള്ളിയുടെ അംഗീകാരത്തോടു കൂടി അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ അങ്ങനെ വിവാഹം നടക്കലുണ്ടോ? ഇല്ല.
അങ്ങനെ സഭകൾ തമ്മിൽ അന്യോന്യം വിവാഹം കഴിക്കുന്നത്. എന്തിനേറെ ജ്ഞാനായ സഭ, ജ്ഞാനായ സഭയിൽ അവരുടെ ആ ഒരു പാരമ്പര്യമായ ബ്ലഡ് അത് ബ്രേക്ക് ആകാതിരിക്കാൻ വേണ്ടി ജ്ഞാനായ സഭയിൽപ്പെട്ട ആളുകൾ അന്യോന്യം അവർ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. പുറത്തവരെ പെൺകുട്ടിയെ പുറത്തൊരു സഭയെ കൊടുക്കത്തില്ല, കർശനമാണത്. ജ്ഞാനായ തോമ നേരിട്ട് വന്ന് മാമോദിസം മുക്കിയ ആളുകളായതുകൊണ്ട് അവരെ പരിശുദ്ധി അവർ കാത്തു സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്. നമുക്കൊക്കെ അറിയുന്ന സംഗതിയാണ്. ഒരു സഭയിൽ നിന്നും മറ്റൊരു സഭയിലോട്ട് പോലും വിവാഹം കഴിച്ചു കൊടുക്കത്തില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. ചേട്ടൻ ബൈബിളൊന്നും വായിച്ചിട്ടില്ലെന്ന് തോന്നല്ലേ? ഈ പഴയ നിയമം നോക്കൂ, അവരുമായി വിവാഹബന്ധം, ആവർത്തന പുസ്തകമാണ്, അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. ആരുമായി? അന്യദൈവത്തെ സേവിക്കുന്ന ആളുകൾ. അവരുമായി വിവാഹബന്ധം ചെയ്യരുത്. നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രിമാരാക്കി എടുക്കുകയോ ചെയ്യരുത്. ശേഷം പറയുന്നു, അന്യദൈവങ്ങളെ സേവിപ്പാൻ തക്കവണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നോട് അകറ്റിക്കളയും. യഹോവയുടെ കോപം നിങ്ങൾക്ക് വിരോധമായി ജ്വലിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും. ഇത് പഴയ നിയമം. ഇനി പുതിയ നിയമത്തിൽ എങ്ങനെയാണ്? ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചു പോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ അതാകാവൂ. ഇത് ബൈബിളാണ്. ഇപ്പം ഞാൻ വായിച്ചത് പഴയ നിയമവും പുതിയ നിയമവുമാണ്, ആവർത്തന പുസ്തകം. അപ്പോൾ ഇത് രണ്ടിലും അന്യമതത്തെ സേവിക്കുന്നവനെ വിവാഹം കഴിക്കരുത്, അവൻ്റെ പുത്രൻ ഇങ്ങോട്ട് എടുക്കരുത്, നമ്മുടെ പുത്രന്മാർ അങ്ങോട്ട് വിവാഹം കഴിക്കരുത് എന്നൊക്കെ കൃത്യമായി പറയുന്നത്. ഇത് ബൈബിളാണ് ഈ പറയുന്നത്. അപ്പോൾ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന വിശാലമായ കാഴ്ചപ്പാട്? ഇസ്ലാമിൻ്റെ നിയമം, അത് ഞാൻ സുവ്യക്തമായി തന്നെ പറയാം. ഇസ്ലാമിൻ്റെ നിയമം, ഒരു മുസ്ലിം വിവാഹം കഴിക്കേണ്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ഒരു മുസ്ലിം പെൺകുട്ടി വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് മുസ്ലിം പുരുഷനാണ്. ഇതിനകത്ത് നമുക്ക് തർക്കമില്ല. ഇത് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഇസ്ലാം അനുധാവനം ചെയ്ത് ഇസ്ലാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. എന്നാൽ ആ നിയമങ്ങളൊന്നും അംഗീകരിക്കാതെ സ്വതന്ത്രമായി ജീവിക്കുന്നവർക്ക് എങ്ങനെ ജീവിക്കാം? അവൻ മുസ്ലിം നാമധാരിയായിരിക്കും. ഇവിടെ അതിനൊക്കെയുള്ള ഒരു വലിയ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതനുസരിച്ച് ജീവിക്കാം, അവർക്ക് രജിസ്റ്റർ ചെയ്ത് ജീവിക്കാം. ഇസ്ലാമിക മാനദണ്ഡ പ്രകാരം ആ നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കുകയും ആ നിയമത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുസ്ലിമിന് വിവാഹം കഴിക്കാൻ പറ്റൂ. അത് ഇസ്ലാം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് എന്തും ചെയ്യാം. പറഞ്ഞു മനസ്സിലല്ലേ? ക്രിസ്ത്യാനിക്കും അങ്ങനെ തന്നെയല്ലേ? ക്രിസ്ത്യാനിറ്റി ഇതാ പുറത്തു പോയാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വിവാഹം കഴിച്ചൂടെ? ക്രിസ്ത്യാനിറ്റി നിൽക്കുമ്പോൾ ആ മത ചട്ടക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മതവിശ്വാസിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റൂ. ഷോൺ ജോർജ് എന്തുകൊണ്ടാണ് ജഗതിയുടെ മോളെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൊണ്ടുവന്നത്? തെമ്മാടിക്കുടിയിലേക്ക് തള്ളൂ. ഇതൊന്നും അറിയാൻ വയ്യാത്തവരല്ല ഞങ്ങൾ, അതൊക്കെ ഇങ്ങനെ കൈവച്ചേക്ക്. അതുകൊണ്ട് വഴങ്ങിക്കോ, പക്ഷേ ഈ കാലോളം വഴങ്ങരുത്. നിങ്ങൾ കേട്ടല്ലോ, കൃത്യമായിട്ട് ഉസ്താദിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കാനായി വിഭാഗം എന്ന് പറയും. അവർ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യാനിയിൽപ്പെട്ടിട്ടുള്ള ഇപ്പോൾ CSA അല്ലെങ്കിൽ ബന്ധക്കോസ്, സുറിയാനി, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇവർക്കൊന്നും ഈ വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ വിവാഹം ചെയ്യാനായിട്ട് പറ്റില്ല. അതറിയുന്നവർക്കൊക്കെ അറിയാം, തലയ്ക്കകത്ത് വെളിവും ബോധമുള്ളവനൊക്കെ നന്നായിട്ടറിയാം. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ഇതുപോലത്തെ ഏതെങ്കിലും ഫ്രോഡ് ക്രിമിനലുകൾ മറ്റേതെങ്കിലും മതവിവാഹത്തിൽപ്പെട്ടുള്ള പെൺകുട്ടികളെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ ആ സമുദായം മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുന്ന ഇതുപോലുള്ള പരമനാറികൾക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇവനൊക്കെ ഈ സംഘപരിവാറിൻ്റെ മൂടും താങ്ങി അവൻ്റെയൊക്കെ ആസനം താങ്ങി നടന്നിട്ട് അവർക്ക് വേണ്ടി ഇതുപോലുള്ള വൃത്തികെട്ട ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുമ്പോഴത്തേക്ക് മാനാഭിമാനമുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വേട്ടാവളിയന്മാർ വന്നാൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ദേവനാണെങ്കിലും കൊള്ളാം, ഏത് കൊലകുത്തിയ തമ്പുരാനാണെങ്കിലും കൊള്ളാം. അപ്പോൾ ഏതായാലും നമ്മുടെ ഉസ്താദ് കൃത്യമായിട്ട് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. കൂട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ മഹാവീരനുണ്ടല്ലോ, പുള്ളിക്കും കൂടെ ഒന്ന് കൊടുത്തേക്കുക. അടുത്ത വീഡിയോ കാണാം. ബൈ.